സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ ആവശ്യം, എന്തിനാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കുന്നത്, എന്താണ് ഇതുകൊണ്ടുള്ള ആവശ്യം എന്നാണ് ഈ സിഗ്നിഫിക്കൻസ് ഓഫ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിനകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും 6 എണ്ണമാണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പ്രൊവൈഡ് മാനേജേഴ്സ് ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ, സയൻറ്റിഫിക് ഡിസിഷൻ, മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് റിക്വയർമെൻറ്റ്, ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, മാനേജ്മെൻറ്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഇത്രയാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്തിനാണ്, ഇപ്പം നമ്മളിത് പഠിക്കുന്നുണ്ട്, എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്, എന്താണ് ഇതിൻ്റെ ആവശ്യം എന്നുള്ളതാണ് ഇതിനകത്ത് പറയാൻ പോകുന്നത്. അപ്പം അതിനകത്ത് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രൊവൈഡ് മാനേജേഴ്സ് ഇൻസൈറ്റ് ഇൻ ടു റിയാലിറ്റി. എന്താണെന്ന് നോക്കാം. പ്രിൻസിപ്പിൾസ് പ്രൊവൈഡ് മാനേജേഴ്സ് വിത്ത് യൂസ്ഫുൾ ഇൻസൈറ്റ് ഇൻ ടു റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. ഈ മാനേജേഴ്സിന് അവരുടെ ഈ ജോലി ചെയ്യുന്ന സമയത്ത്, അതിന് ഈ റിയൽ ലൈഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അവിടെ അവർ ജോലി ചെയ്യുന്ന സമയത്ത് അവരുടെ റിയൽ ലൈഫിൽ അവർക്ക് ഒരുപാട് കാര്യങ്ങളെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ പലതരത്തിലുള്ള സിറ്റുവേഷനെ അവർ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും ഒരു ഫാക്ടറിക്കകത്ത്. അപ്പം അതിനെ എങ്ങനെ ആ സിറ്റുവേഷനെ എങ്ങനെ എഫിഷ്യൻ്റായിട്ട് മാനേജ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് പഠിക്കുന്ന വഴി നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പം റിയൽ ലൈഫ് സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ, ഈ ഫാക്ടറിക്കകത്ത് വരുന്ന റിയൽ ലൈഫ് സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് മനസ്സിലാക്കുന്ന വഴി കൂടുതൽ എളുപ്പത്തിൽ അത് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അവിടെ പറഞ്ഞിട്ടുണ്ട് ഫോളോവിങ് ദ പ്രിൻസിപ്പിൾസ്. ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന വഴി, അപ്പം നമ്മൾ കുറച്ച് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പഠിച്ചു കഴിഞ്ഞു, ആ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്ന വഴി ആൻഡ് ടേക്കിംഗ് ഡിസിഷൻസ്, അത് ആ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് വഴി അതിനെ ബേസ് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന വഴി ആഡ് ദെയർ നോളജ്, അത് അവരുടെ അറിവ് വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പഠിക്കുന്നത് വഴി, അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്ന വഴി മാനേജേഴ്സിന്, ഒരു ഫാക്ടറിയിലുള്ള മാനേജേഴ്സിന് അവരുടെ അറിവിനെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എബിലിറ്റി, അവരുടെ കഴിവിനെ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബിസിനസ് സിറ്റുവേഷൻ, പലതരത്തിലുള്ള മാനേജ്മെൻറ്റ് സിറ്റുവേഷനെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കുന്നതിനായിട്ട് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പഠിക്കുന്ന വഴി അവരെ സഹായിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഒന്നുകൂടി പറയാം, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മാനേജേഴ്സിനെ റിയൽ ലൈഫ് സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ പോലീസിന് ട്രെയിനിങ് കൊടുക്കുന്ന പോലെ, പോലീസിന് അവരെ സർവീസിൽ കയറുന്നതിന് മുമ്പാട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ പലതരത്തിലുള്ള സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അവിടെ പറഞ്ഞു കൊടുക്കും. എന്ന് പറഞ്ഞ പോലെ എല്ലാ പ്രൊഫഷനകത്തും അങ്ങനെ ഒരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്, എങ്ങനെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പഠിക്കുന്ന വഴി ഒരു മാനേജർക്ക് ഒരു റിയൽ ലൈഫിൽ അയാളുടെ ഫാക്ടറിയിലുള്ള ജോലിയുടെ സമയത്ത് എങ്ങനെ ആ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ അതിനെ ബേസ് ചെയ്തിട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന വഴി അവരുടെ അറിവ് വർദ്ധിക്കുന്നുണ്ട്, അവരുടെ എബിലിറ്റി വർദ്ധിക്കുന്നുണ്ട്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബിസിനസ് സിറ്റുവേഷൻസ്, പലതരത്തിലുള്ള ബിസിനസ് സിറ്റുവേഷൻസിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഇറ്റ് വിൽ ഓൾസോ എനേബിൾ മാനേജേഴ്സ് ടു ലേൺ ഫ്രം പാസ്റ്റ് മിസ്റ്റേക്ക് സോ ദാറ്റ് ഇംപ്രൂവ്മെൻറ്റ് മേ ബി അഫക്റ്റഡ് ഇൻ ഫ്യൂച്ചർ. അതോടൊപ്പം തന്നെ ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കുന്ന വഴി അവരുടെ തെറ്റുകൾ അവർക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവരുടെ മാനേജ്മെൻറ്റ് കരിയറിൽ അവർക്ക് സംഭവിച്ചേക്കുന്ന തെറ്റുകൾ അവരുടെ എക്സ്പീരിയൻസ് വഴിയും ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മനസ്സിലാകുന്ന വഴിയും അവർക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ദാറ്റ് വിൽ ഇംപ്രൂവ്മെൻറ്റ് മേ ബി അഫക്റ്റഡ് ഇൻ ഫ്യൂച്ചർ. ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്, അപ്പോൾ അവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. മിസ്റ്റേക്ക് മനസ്സിലായി, ഇനിയിപ്പോൾ അവിടെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഇൻ ഫ്യൂച്ചറിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. ഇനി അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് രണ്ടാമത്തെ, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആൻഡ് എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ. ബോത്ത് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ് ഒരു ഫാക്ടറിക്കകത്തുള്ള റിസോഴ്സ് പ്രധാനമായിട്ട് രണ്ടെണ്ണമാണുള്ളത്. മെൻ പ്ലസ് മെറ്റീരിയൽ. മെൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻസ്, അവിടെയുള്ള മനുഷ്യരൊരു റിസോഴ്സാണ്. എംപ്ലോയീസ് അവരൊരു റിസോഴ്സാണ്. ആൻഡ് മെറ്റീരിയൽസ്, അവിടെ ഇരിക്കുന്ന മെഷീനറി, റോ മെറ്റീരിയൽ, ഈ പറഞ്ഞ ഐറ്റങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വരുന്നത്. ഈ രണ്ടെണ്ണമാണ് ഒരു ഫാക്ടറിക്കകത്ത് റിസോഴ്സ് എന്ന് പറയുന്നത്. മെൻ പ്ലസ് മെറ്റീരിയൽ. അവൈലബിൾ വിത്ത് ദ കമ്പനി ആർ ലിമിറ്റഡ്. ഇത് കമ്പനിക്കകത്ത് ലിമിറ്റഡ് ആയിരിക്കും, കാരണം ഒരുപാട് എംപ്ലോയീസിനെ ഒന്നും വിളിച്ച് നമുക്ക് ജോലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പനിയുടെ പ്രോഫിറ്റ് കുറയാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള മെഷീനറീസ്, ആവശ്യത്തിലധികം മെഷീനറി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ, അതിൻ്റെ റിപ്പയർ, അത് വാങ്ങിക്കാനുള്ള വില, അങ്ങനെ കമ്പനിക്ക് ഒരുപാട് പ്രോഫിറ്റിനകത്ത് കുറവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ് ഫാക്ടറിക്കകത്തുണ്ട്, അത് രണ്ടും ലിമിറ്റഡ് ആണ്. Therefore, the resources are to be utilized in an optimum manner. അപ്പോൾ ഈ റിസോഴ്സ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ അതിനെ യൂട്ടിലൈസ്ഡ് ഇൻ ആൻ ഒപ്റ്റിമം മാനർ, അതിനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്.
ബൈ ഒപ്റ്റിമം യൂസ് വി മീൻ, ഈ ഒപ്റ്റിമം യൂസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് മാക്സിമം ബെനിഫിറ്റ്, ഏറ്റവും നല്ല ബെനിഫിറ്റ് കിട്ടണം. എങ്ങനെയാണ്? വിത്ത് മിനിമം കോസ്റ്റ്, ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം ഒന്നുകൂടി പറയാം, ഒരു ഫാക്ടറിക്കകത്ത് റിസോഴ്സ് പ്രധാനമായിട്ട് രണ്ടെണ്ണമാണുള്ളത്. മെൻ പ്ലസ് മെറ്റീരിയൽ, അത് ലിമിറ്റഡ് ആണ്. ആ പറഞ്ഞിരിക്കുന്ന എംപ്ലോയീസ് ആണെങ്കിലും ലിമിറ്റഡ് ആണ്, റിസോഴ്സ് ആണെങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽ ആണെങ്കിലും ലിമിറ്റഡ് ആണ്. അപ്പോൾ ആ ലിമിറ്റഡ് റിസോഴ്സിനെ നമ്മൾ ഒപ്റ്റിമം ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. ബൈ ഒപ്റ്റിമം യൂസ് വി മീൻ മാക്സിമം ബെനിഫിറ്റ്. ഒപ്റ്റിമം ആയിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കുക, ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കേണ്ടത്? വിത്ത് മിനിമം കോസ്റ്റ്, ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ നമ്മൾ അവിടെ ഒരു റിസൾട്ട് ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലൊരു എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ അവിടെ ഒരു മാക്സിമം ബെനിഫിറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ മാനേജേഴ്സ് ഉറപ്പായിട്ടും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനെ പറ്റി അറിഞ്ഞിരുന്ന അയാൾക്ക് അതിനെപ്പറ്റി ഒരു ബോധ്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊരു മാക്സിമം ഔട്ട്പുട്ട്, മാക്സിമം ബെനിഫിറ്റ് അവിടെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അടുത്തായിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് സയൻറ്റിഫിക് ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായിട്ട് തീരുമാനങ്ങൾ എടുക്കാനായിട്ട്, ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചുമ്മാ കണ്ണടച്ചിട്ടല്ല അവർ തീരുമാനം എടുക്കുന്നത്, അതിനെപ്പറ്റി അതിൻ്റെ കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ്, കാര്യവും കാരണവും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എന്തായിരിക്കും, ഏറെക്കുറെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലായിരിക്കും മാനേജേഴ്സ് തീരുമാനം എടുക്കുക. അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനെ പറ്റി അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമാണ് അവരൊരു ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് അവരെ കൊണ്ട് സാധിക്കുകയുള്ളൂ. ഡിസിഷൻസ് മസ്റ്റ് ബി, ഒരു തീരുമാനം, ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ഫാക്റ്റ്, അത് കുറച്ച് യാഥാർത്ഥ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആയിരിക്കണം ഡിസിഷൻ എന്ന് പറയുന്നത്. ടൈമിലി, കറക്റ്റ് സമയത്ത് അവർ തീരുമാനം എടുക്കേണ്ടതായിട്ടുണ്ട്. റിയലിസ്റ്റിക് ആൻഡ് സബ്ജക്റ്റ് ടു ഇവാലുവേഷൻ, അതോടൊപ്പം തന്നെ അതൊരു ഇവാലുവേഷന് പര്യാപ്തമായിട്ടുള്ള ഒന്നായിരിക്കണം ഡിസിഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ തീരുമാനം എടുത്തിട്ട് അതിൻ്റെ ഒരു റിസൾട്ടിനെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ, പരിശോധിക്കാനായിട്ട് സാധിക്കണം. അപ്പം ഓരോ ഡിസിഷൻ എന്ന് പറയുന്നത് കറക്റ്റ് സമയത്ത് എടുക്കേണ്ടതാണ്, റിയലിസ്റ്റിക് ആയിരിക്കണം, സബ്ജക്റ്റ് ടു ഇവാലുവേഷൻ, അത് ഇവാലുവേറ്റ് ചെയ്യാൻ പാകത്തിനുള്ളതാണ് ഈ ഡിസിഷൻ എന്ന് പറയുന്നത്. മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾ ഹെൽപ്പ് മാനേജേഴ്സ് ടു ടേക്ക് തോട്ട്ഫുൾ ഡിസിഷൻ. അപ്പോൾ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് വഴി തോട്ട്ഫുള്ളായിട്ടുള്ള, മീനിങ് ഫുള്ളായിട്ടുള്ള ഡിസിഷൻ എടുക്കാനായിട്ട് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അവരെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, കലാർ ചെയിൻ എന്ന് അങ്ങനെ ഒരു 14 പ്രിൻസിപ്പിൾസ് നമ്മൾ ഈ കുറച്ച് മുമ്പ് പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ ഹെൻറി ഫയോളുടെ പ്രിൻസിപ്പിൾസ് കണ്ടതാണ്, ഈ വിക്ടേഴ്സ് ചാനൽ വഴി ഒക്കെ ആയിട്ട് കണ്ടതാണ്. അപ്പോൾ അതിനകത്ത് നമുക്കറിയാം, അത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഫാക്ടറിക്കകത്തൊരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ സയൻറ്റിഫിക് ആയിരിക്കും, ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലാണ്. അതിന് തീർച്ചയായിട്ടും തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്, ഹെൽപ്പ് മാനേജേഴ്സ് ടു ടേക്ക് തോട്ട്ഫുൾ ഡിസിഷൻ. അതൊരു തോട്ട്ഫുള്ളായിട്ടുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന്, മീനിങ് ഫുള്ളായിട്ടുള്ള രീതിയിൽ തീരുമാനം എടുക്കുന്നതിന് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ സബ്ജക്റ്റ് ടു ഇവാലുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്തുകൊണ്ട് നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന് ആ മാനേജറോട് ഒരു ടോപ്പ് ലെവൽ അതോറിറ്റി ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കാം. ഇന്ന കാരണം, ഇന്ന ശാസ്ത്രീയമായിട്ടുള്ള പ്രിൻസിപ്പിൾസ്, സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഇത് വെച്ചിട്ടാണ് ഈ തീരുമാനം എടുത്തതെന്നുള്ള കാര്യം പറയാനായിട്ട് അവിടെ സാധിക്കും. അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് റിക്വയർമെൻറ്റ്സ്. ഈ ഒരു നമ്മുടെ ഈ ബിസിനസ്സിൻ്റെ ചുറ്റുപാട് എന്ന് പറയുന്നത്, എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ഒരിക്കലും സ്റ്റേബിൾ ആയിരിക്കില്ല. ചിലപ്പോൾ എക്കണോമിക് കണ്ടീഷൻ മാറാൻ സാധ്യതയുണ്ട്, സാമ്പത്തികമായിട്ടുള്ള മേഖലകൾ മാറാൻ സാധ്യതയുണ്ട്. നോട്ട് നിരോധനം വന്നു, ഇപ്പോൾ കൊറോണ വൈറസ് വന്നു. ഇപ്പം ബിസിനസ്സിൻ്റെ എല്ലാം രൂപങ്ങളും ഭാവങ്ങളും എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കണ്ടീഷൻ മാറാൻ സാധ്യതയുണ്ട്, ഭരണമാറ്റങ്ങൾ. ഒരു പാർട്ടി ഭരിച്ചു, പിന്നീട് തിരഞ്ഞെടുപ്പ് വന്ന് വേറൊരു പാർട്ടി അധികാരത്തിൽ കയറുന്ന സമയത്ത് ഈ ബിസിനസ്സിൻ്റെ പോളിസികൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം മാറ്റും. അതനുസരിച്ചിട്ട് അവർക്കായിട്ട് ബിസിനസ് ചിലപ്പോൾ മാറ്റേണ്ടതായിട്ടൊക്കെ വരും. പൊല്യൂഷൻ, അല്ലെങ്കിൽ ഇന്ന പ്രോഡക്റ്റുകളൊന്നും ഇനി ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്. കൾച്ചറൽ, ഓരോ രാജ്യത്തിനും ഓരോ കൾച്ചറുണ്ട്, അത് വെച്ചിട്ട് ചില പ്രോഡക്റ്റുകളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ പലതരത്തിലുള്ള കണ്ടീഷൻസ്, ബിസിനസ്സിൻ്റെ ചുറ്റുപാടുകൾ മാറിക്കൊണ്ടിരിക്കാനുള്ള സാധ്യതയുണ്ടെന്നല്ല, തീർച്ചയായിട്ടും മാറിക്കൊണ്ടിരിക്കും. ബിസിനസ്സിൻ്റെ ചുറ്റുപാടുകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും ഫ്ലെക്സിബിളാണ്, അതിന് മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ്. അത് തന്നെയാണ് വീണ്ടും പറയുന്നത്, നേച്ചറിനകത്ത് പറഞ്ഞതാണ് ഇത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫ്ലെക്സിബിൾ ആണെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞതാണ്. അത് തന്നെ വീണ്ടും ഇതിനകത്ത് വന്നിരിക്കുകയാണ്. മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് റിക്വയർമെൻറ്റ്, മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആർ ഹൈലി ഫ്ലെക്സിബിൾ. നമ്മൾ പറഞ്ഞു മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഫ്ലെക്സിബിളാണ്, കാലഘട്ടം മാറുന്നതനുസരിച്ചിട്ട് അല്ലെങ്കിൽ ചുറ്റുപാടുകൾ മാറുന്നതനുസരിച്ചിട്ട് നമുക്കതിനെ മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും.
ആൻഡ് ദെയർഫോർ ക്യാൻ ബി മോഡിഫൈഡ് ടു മീറ്റ് ചേഞ്ചിങ് റിക്വയർമെൻറ്റ്സ് ഓഫ് എൻവയോൺമെൻറ്റ്. അതോടൊപ്പം തന്നെ നമുക്ക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനെ മോഡിഫൈ ചെയ്യാൻ സാധിക്കും. ചേഞ്ചിങ് റിക്വയർമെൻറ്റ് ഓഫ് എൻവയോൺമെൻറ്റ്, നമ്മുടെ ബിസിനസ്സിൻ്റെ ചുറ്റുപാടുകൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനെയും മോഡിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് ഹെൻറി ഫയലിൻ്റെ 14 പ്രിൻസിപ്പിൾസിനകത്ത് പറയുന്നുണ്ട്. ഇക്വിറ്റി, തുല്യത, അല്ലെങ്കിൽ നീതിപൂർവ്വം പെരുമാറുക, എല്ലാ എംപ്ലോയീസിനോടും നീതിപൂർവ്വം പെരുമാറുക, അവർക്ക് ഫെയർ ആയിട്ടുള്ള റെമ്യൂണറേഷൻ കൊടുക്കുക, പ്രതിഫലം കൊടുക്കുക, അങ്ങനെയൊക്കെ ഒരു ഇക്വിറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ആ പ്രിൻസിപ്പിളിനകത്ത് തന്നെ, ആ ഇക്വിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനകത്ത് തന്നെ എംപ്ലോയീസിനോട് മാത്രമല്ല നീതിപൂർവ്വം പെരുമാറേണ്ടത്, നമ്മുടെ കസ്റ്റമേഴ്സിനോട് നമ്മൾ നീതിപൂർവ്വം പെരുമാറണം, നമ്മുടെ ബിസിനസ് അസോസിയേറ്റ്, നമ്മളുമായിട്ട് ബിസിനസ് ചെയ്യുന്നവരുമായിട്ട് നമ്മൾ നീതിപൂർവ്വം പെരുമാറണം, നമ്മുടെ പരിസ്ഥിതി എൻവയോൺമെൻറ്റുമായിട്ട് നമ്മൾ അതിന് പൊല്യൂഷൻ ഉണ്ടാക്കാത്ത രീതിയിൽ പെരുമാറണം. ഇങ്ങനെ പലതരത്തിലുള്ള മീനിങ് ആ പ്രിൻസിപ്പിളിനകത്ത് വരുന്നുണ്ട്. അപ്പം സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിളിൻ്റെ മറ്റൊരു ആവശ്യകതയാണ് ഈ ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. സൊസൈറ്റിയോട് ഒരു റെസ്പോൺസിബിൾ ആയിരിക്കുക, എല്ലാ ബിസിനസ്സും സൊസൈറ്റിയോട് റെസ്പോൺസിബിൾ ആയിരിക്കുക എന്നുള്ളൊരു മീനിങ്ങോടെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇൻക്രീസ്ഡ് അവയർനെസ് ഓഫ് പബ്ലിക്. ഇപ്പോഴത്തെ പബ്ലിക് എന്ന് പറയുന്നവർ, ഇപ്പോഴത്തെ ജനങ്ങൾ, സാധാരണക്കാർ ജനങ്ങളെന്ന് പറയുന്ന അവർ കൂടുതൽ അവെയറാണ്. അവരുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, എവിടെ പോയി കംപ്ലയിൻറ്റ് ചെയ്യണം, ക്വാളിറ്റി പ്രൊഡക്ട്സ് അതിനെ എങ്ങനെ തിരിച്ചറിയാം, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി ഇന്നത്തെ പബ്ലിക് അവെയറാണ്, അവർക്ക് അതിനെപ്പറ്റി ബോധവാന്മാരാണ്. ഇൻക്രീസ്ഡ് അവയർനെസ് ഓഫ് പബ്ലിക് കമ്പൽ കമ്പനീസ്. അപ്പോൾ ഇൻക്രീസ്ഡ് അവെയർ ആയിട്ടുള്ള ഈ പബ്ലിക്ക് പല കമ്പനികളെയും കമ്പൽ ചെയ്യുകയാണ്, നിർബന്ധിക്കുകയാണ്. ടു അസ്യൂം സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കാണിക്കണം, എങ്കിൽ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ, നിങ്ങൾക്ക് ഈ കോമ്പറ്റീഷനുള്ള സമയത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് ഈ പബ്ലിക്ക് അവരെ കമ്പൽ ചെയ്യുകയാണ്, മനസ്സിലാക്കി കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രോഡക്റ്റ് വേണ്ട, അങ്ങനെയാണ്, വേറെ ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് ഞങ്ങൾ വാങ്ങിച്ചോളാം എന്നുള്ളൊരു നിലപാടിലാണ് ഇന്നത്തെ സാഹചര്യത്തിലെ പബ്ലിക്ക് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് മാനേജ്മെൻറ്റ് തിയറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആർ ഇവോൾവ്ഡ് ഇൻ റെസ്പോൺസ് ടു ദീസ് ഡിമാൻഡ്. അപ്പം മാനേജ്മെൻറ്റ് തിയറികളും പ്രിൻസിപ്പിൾസ് എല്ലാം ഉണ്ടായിട്ടുള്ളത് ഇൻ റെസ്പോൺസ് ടു ദീസ് ഡിമാൻഡ്, ഇത്തരത്തിലുള്ള ഡിമാൻഡുകളുടെ, പബ്ലിക്കിൻ്റെ ഇത്തരത്തിലുള്ള ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് കൂടുതൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസും തിയറീസും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. വാല്യൂ ടു കസ്റ്റമറിന് വാല്യൂ കൊടുക്കുക. കെയർ ഫോർ ദ എൻവയോൺമെൻറ്റ്, പരിസ്ഥിതിയെ കെയർ ചെയ്യുക, നമ്മുടെ ചുറ്റുപാടിനെ കെയർ ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ എംപ്ലോയ്മെൻറ്റ്, കൂടുതൽ ജോലി അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. എഡ്യൂക്കേഷൻ, അവരെ ബോധവാന്മാരാക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ പറഞ്ഞേക്കുന്ന സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്കകത്ത് വരുന്നുണ്ട്. എഡ്യൂക്കേഷൻ ടു കമ്മ്യൂണിറ്റി അണ്ടർ ദ സോഷ്യൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അവസാനത്തെ സിഗ്നിഫിക്കൻസ് ആണ് മാനേജ്മെൻറ്റ് ട്രെയിനിങ്, എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. മാനേജ്മെൻറ്റിന് ട്രെയിനിങ് കൊടുക്കുന്നതിനും, മാനേജേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നതിനും, അവരെ കൂടുതൽ ബോധവാന്മാരാക്കുന്നതിനും, മാനേജ്മെൻറ്റിനെ പറ്റി കൂടുതൽ പഠിപ്പിക്കുന്നതിനും, അതോടൊപ്പം തന്നെ മാനേജ്മെൻറ്റിനകത്ത് റിസർച്ച് പരീക്ഷണങ്ങൾ നടത്തുന്നതിനും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ കോർ ഓഫ് മാനേജ്മെൻറ്റ് തിയറി. മാനേജ്മെൻറ്റ് തിയറിയുടെ അടിസ്ഥാനം അല്ലെങ്കിൽ കോർ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. എ വെൽ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് ബോഡി ഓഫ് നോളജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഈസ് എസെൻഷ്യൽ ഫോർ ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് ടു മാനേജേഴ്സ്. അപ്പം മാനേജേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നതിന് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അത്യാവശ്യമാണ്. ട്രെയിനിങ് ടു മാനേജേഴ്സ് ഫോർ ഫങ്ഷനിങ് എഫിഷ്യൻ്റ്ലി. അപ്പോൾ ഒരു മാനേജേഴ്സ് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രെയിനിങ്ങിൻ്റെ സമയത്ത് അവർക്ക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് പറഞ്ഞു കൊടുത്തിരിക്കണം, അതിനെപ്പറ്റി അവരെ മനസ്സിലാക്കിയിരിക്കണം. സിമിലർലി അതോടൊപ്പം തന്നെ പ്രിൻസിപ്പിൾസ് ഹെൽപ്പ് ടു ഇൻക്രീസ് നോളജ് ടു ക്യാരി ഔട്ട് ഫർദർ റിസർച്ച്. ഈ മാനേജേഴ്സ് ജോലിയിൽ പ്രവേശിക്കുകയും അല്ലെങ്കിൽ അവർ മാനേജർമാരായിട്ട് ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കുക, റിസർച്ച് വഴി കൂടുതൽ കാര്യങ്ങൾ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ആദ്യം അറിഞ്ഞിരിക്കണം. അപ്പം മാനേജ്മെൻറ്റ് മേഖലകളിൽ കൂടുതൽ റിസർച്ച് നടക്കണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, മാനേജേഴ്സ് ഈ പറഞ്ഞിരിക്കുന്ന മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനെ പറ്റി കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫർദർ റിസർച്ച് ഇൻ ദ ഫീൽഡ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പം ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന മാനേജേഴ്സിൻ്റെ ട്രെയിനിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ അവരുടെ വിദ്യാഭ്യാസത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ആൻഡ് റിസർച്ച് പുതിയ കാര്യങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ മേഖലയിൽ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനായിട്ട് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടി ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നുകൂടി പറയാം. പ്രൊവൈഡ് മാനേജേഴ്സ് ഇൻസൈറ്റ് ഇൻറ്റു റിയാലിറ്റി.
റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ആ സിറ്റുവേഷനെ എഫിഷ്യൻ്റായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതിന് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അവിടുത്തെ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ്, ഏറ്റവും നല്ല രീതിയിൽ ഒരു ഫാക്ടറിക്കുള്ളിലെ മെഷീൻസിനെയും അതോടൊപ്പം തന്നെ എംപ്ലോയീസിനെയും മാനേജ് ചെയ്യുന്നതിന് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അവിടുത്തെ മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സയൻറ്റിഫിക് ഡിസിഷൻ, ശാസ്ത്രീയമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മീറ്റിംഗ് ചേഞ്ചിങ് എൻവയോൺമെൻറ്റ് റിക്വയർമെൻറ്റ്, ബിസിനസ്സിൻ്റെ ചുറ്റുപാടുകൾ മാറുന്നതനുസരിച്ചിട്ട് ബിസിനസ്സിനെ ഫ്ലെക്സിബിളായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫുൾഫില്ലിംഗ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, ഈ ബിസിനസ്സിന് സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അത് ഫുൾഫില്ല് ചെയ്യുന്നതിന് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാനേജേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്നതിനും എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനും റിസർച്ചിനുള്ള അവസരം കൊടുക്കുന്നതിനും മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഹെൻറി ഫയോളും അതോടൊപ്പം തന്നെ FW ടൈലറും തമ്മിലുള്ളൊരു കമ്പാരിസണാണ്. രണ്ടുപേരും ഹെൻറി ഫയോൾ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് തയ്യാറാക്കിയതായിട്ട് നമ്മൾ പഠിച്ചു. FW ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡി, ടൈം സ്റ്റഡി, ഫെറ്റീഗ് സ്റ്റഡി, ഫങ്ഷണൽ ഫോർമാൻഷിപ്പ്, അങ്ങനെ സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ തിയറികൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ വ്യക്തികൾ തമ്മിലുള്ളതും അവരുടെ പഠനങ്ങൾ തമ്മിലുള്ളതും ഒരു ചെറിയൊരു വ്യത്യാസം, കമ്പാരിസനാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ വീക്ഷണം, എന്തിനാണ് അതിൻ്റെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത്, എന്തിനാണ് ഫോക്കസ് ചെയ്തേക്കുന്നത് എന്നുള്ള കാര്യമാണ് അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത്. ഹെൻറി ഫയോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ, അവരാണ് കൂടുതൽ ഡിസിഷൻ എടുക്കുകയും ഭരണം നടത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെയാണ് ഹെൻറി ഫയോൾ ഫോക്കസ് ചെയ്തേക്കുന്നത്. FW ടൈലർ ഫോക്കസ് ചെയ്തേക്കുന്നത് ഷോപ്പ് ഫ്ലോർ ലെവൽ ഓഫ് ഫാക്ടറി, ഒരു ഫാക്ടറിനെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. ആ ഫാക്ടറിക്കകത്ത് തന്നെ ഷോപ്പ് ഫ്ലോർ, ഏറ്റവും താഴ്ന്ന തട്ടിലുള്ള ആൾക്കാരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. നമ്മൾ കണ്ടതാണ് സൂപ്പർവൈസർമാർ, ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനകത്ത് 8 സൂപ്പർവൈസർമാരുണ്ടെന്നുള്ള കാര്യമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പം FW ടൈലർ ഫോക്കസ് ചെയ്തേക്കുന്ന ആ തേർഡ് ലെവലിലാണ് അയാൾ ഫോക്കസ് ചെയ്തേക്കുന്നത്. ഹെൻറി ഫയോൾ ഫോക്കസ് ചെയ്തേക്കുന്ന ടോപ്പ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിനെയാണ് ഹെൻറി ഫയോൾ ഫോക്കസ് ചെയ്തേക്കുന്നത്. അടുത്തത് യൂണിറ്റി ഓഫ് കമാൻഡ്. യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ട് ഹെൻറി ഫയോൾ സ്ട്രിക്ട്ലി ഫോളോഡ്. ഹെൻറി ഫയോൾ പറഞ്ഞേക്കുന്ന യൂണിറ്റി ഓഫ് കമാൻഡിനകത്ത് യാതൊരു തരത്തിലുള്ള മാറ്റവും ഇല്ല. യൂണിറ്റി ഓഫ് കമാൻഡ് എന്താണെന്നുള്ള കാര്യം നമുക്കറിയാം. ഒരു സൂപ്പർവൈസറുടെ കയ്യിൽ നിന്ന് മാത്രമാണ് ഓർഡറുകൾ സ്വീകരിക്കാവുള്ളൂ. നമ്മൾ ഒരാളുടെ അടുത്ത് മാത്രം പോയി റിപ്പോർട്ട് ചെയ്യാവുള്ളൂ. അതല്ല, പലരുടെ അടുത്ത് നിന്ന് ഓർഡറുകൾ സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നാണ് യൂണിറ്റി ഓഫ് കമാൻഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഹെൻറി ഫയോൾ പറഞ്ഞേക്കുന്നത് ഉറപ്പായിട്ടും യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞേക്കുന്ന പ്രിൻസിപ്പിളിനെ നമ്മൾ ഒബേ ചെയ്തിരിക്കണം, അതിനെ പാലിച്ചിരിക്കണം എന്നാണ് ഹെൻറി ഫയോൾ പറഞ്ഞേക്കുന്നത്. അതേസമയം FW ടൈലർ പറഞ്ഞിരിക്കുന്നത് നോട്ട് കൺസിഡേർഡ് ആസ് ഇമ്പോർട്ടൻറ്റ്, അത് അത്ര പ്രാധാന്യമൊന്നുമില്ല, അങ്ങനെ യൂണിറ്റി ഓഫ് കമാൻഡിന് ഒരു ഫാക്ടറിക്കകത്ത് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല എന്നുള്ള കാര്യമാണ് FW ടൈലർ പറഞ്ഞേക്കുന്നത്. അണ്ടർ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എ വർക്കർ റിസീവ് ഓർഡേഴ്സ് ഫ്രം 8 സ്പെഷ്യലിസ്റ്റ്. അപ്പോൾ ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് നമ്മൾ കണ്ടതാണ്. FW ടൈലർ തയ്യാറാക്കിയിരിക്കുന്ന ഒരു തിയറിയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു വർക്കറിന് 8 സൂപ്പർവൈസർമാരിൽ നിന്ന് അല്ലെങ്കിൽ 8 സ്പെഷ്യലിസ്റ്റുകളുടെ നിന്ന് ഓർഡറുകൾ സ്വീകരിക്കാം എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചതാണ്. അപ്പം FW ടൈലർ പറയുന്നത് യൂണിറ്റി ഓഫ് കമാൻഡിന് അത്ര പ്രാധാന്യം കൊടുക്കേണ്ടതില്ല. ഹെൻറി ഫയോൾ പറയുന്നത് സ്ട്രിക്റ്റായിട്ടും ഉറപ്പായിട്ടും യൂണിറ്റി ഓഫ് കമാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ഫാക്ടറിയിൽ പാലിച്ചിരിക്കണമെന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. തേർഡ് വൺ, ആപ്ലിക്കബിലിറ്റി. ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ യൂണിവേഴ്സലാണ്. ലോകത്ത് എവിടെ വേണമെങ്കിലും ഏത് സാഹചര്യത്തിലും ഏത് സിറ്റുവേഷനിൽ വേണമെങ്കിലും നമുക്കതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേസമയം FW ടൈലറിൻ്റെ തിയറി എന്ന് പറയുന്നത് സ്പെഷ്യലൈസ്ഡ് സിറ്റുവേഷൻ ഉള്ളി, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രമാണ് അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുള്ളൂ. ടൈം സ്റ്റഡി, ഫെറ്റീഗ് സ്റ്റഡി, മോഷൻ സ്റ്റഡി ഇതെല്ലാം പ്രധാനമായിട്ടും ഫാക്ടറിക്കകത്താണ് കണ്ടിട്ടുള്ളത്. അല്ലാതെ മറ്റ് സ്ഥാപനങ്ങളിലോ ഒന്നും അത്ര ഒരു മെത്തേഡ് സ്റ്റഡി, മോഷൻ സ്റ്റഡിയൊന്നും നമുക്ക് മോഷൻ സ്റ്റഡി അത്തരത്തിലുള്ള സ്റ്റഡികളും ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് ഒന്നും കാണാൻ സാധിച്ചെന്ന് വരില്ല. അതേസമയം ഹെൻറി ഫയോളിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾ ലോകത്ത് എവിടെ വേണമെങ്കിലും ഏത് സാഹചര്യത്തിലും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും, ഏത് സിറ്റുവേഷനിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. FW ടൈലറിൻ്റെ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് ചില ഫാക്ടറിക്കകത്ത് ചില പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമേ നമുക്കതിനെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ, അതിനെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബേസിസ് ഓഫ് ഫോർമേഷൻ. അടുത്തത്, എങ്ങനെയാണ് ഈ പ്രിൻസിപ്പിൾ ഫോം ഉണ്ടാക്കിയത്? ബേസിസ് ഓഫ് ഫോർമേഷൻ, ആ ഫോർമേഷൻ്റെ അടിസ്ഥാനം എന്താണ്? ഈ പ്രിൻസിപ്പിൾ ഉണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഹെൻറി ഫയോൾ ഈ പ്രിൻസിപ്പിൾ ഫോം ചെയ്തത് ഫ്രം പേഴ്സണൽ എക്സ്പീരിയൻസ്, തൻ്റെ ജീവിതത്തിലെ അയാളൊരു എംപ്ലോയി ആയിരുന്നു. അയാളെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്ത സമയത്ത് അയാളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഹെൻറി ഫയോൾ തൻ്റെ 14 പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയത്.
ടൈലർ മറ്റൊരു രീതിയിലാണ് ഫ്രം ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. അദ്ദേഹം ഒരു ഫാക്ടറിയിൽ എംപ്ലോയി ആയിട്ടല്ല, അവിടെ ഒരു ഒബ്സർവർ ആയിട്ട് പോയി നിൽക്കുക, എല്ലാത്തിനും നിരീക്ഷിക്കുകയാണ് അയാൾ ചെയ്ത്. അവിടെ നടക്കുന്ന ജോലികളെല്ലാം അയാൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് നിരീക്ഷിച്ചു. അതിനുശേഷം നല്ലൊരു മെത്തേഡ് അദ്ദേഹം കണ്ടുപിടിക്കുകയാണ് ചെയ്ത്. അതോടൊപ്പം തന്നെ എക്സ്പെരിമെൻറ്റേഷൻ, അയാൾ ആ ഫാക്ടറിക്കകത്ത് പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. ആ ഒബ്സർവേഷനും എക്സ്പെരിമെൻറ്റേഷനും വഴിയായിട്ടാണ് അദ്ദേഹത്തിൻ്റെ തിയറികളെല്ലാം ഉണ്ടാക്കിയത്. അതേസമയം ഹെൻറി ഫയർ ഉണ്ടാക്കിയത് പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ്. സ്വന്തം ഒരു എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഹെൻറി ഫയർ തൻ്റെ പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയത്. ടൈലർ ആകട്ടെ ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണത്തിലൂടെയാണ് അദ്ദേഹം പ്രിൻസിപ്പിൾസ് തയ്യാറാക്കിയിട്ടുള്ളത്. അടുത്തായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഫോക്കസ്. എന്തിനാണ് കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്? ഹെൻറി ഫയർ ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഇംപ്രൂവിങ് ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ. ഒരു കമ്പനിയുടെ ടോപ്പ് ലെവലിനെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടോപ്പ് ലെവലിൽ ചെയ്യുന്നത് കൂടുതലും ഡിസിഷൻ മേക്കിങ്ങും അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പം അവിടെ അഡ്മിനിസ്ട്രേഷനാണ് കൂടുതൽ വരുന്നത്. ഭരണം, ഒരു ഫാക്ടറിയെ ഭരിക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ്. അപ്പോൾ ആ ഒരു അഡ്മിനിസ്ട്രേഷനെ ഇമ്പ്രൂവ് ചെയ്യുക, ഭരണത്തെ കൂടുതൽ മനോഹരമാക്കുക, ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഹെൻറി ഫയർ കൂടുതൽ ഫോക്കസ് ചെയ്തത്. ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തത്. കൂടുതൽ നന്നായിട്ട് ഭരണം എങ്ങനെ ഫാക്ടറിക്കകത്ത് കൈകാര്യം ചെയ്യുക എന്നുള്ള കാര്യമാണ് അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ടൈലർ ആകട്ടെ ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി, അയാളൊരു ഫാക്ടറിയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. ഫാക്ടറിയുടെ പ്രൊഡക്ഷനെ, ആ മെഷീനെയും അവിടെ ആ മെഷീനോട് ചുറ്റിപ്പറ്റി നിൽക്കുന്ന എംപ്ലോയീസിനെയൊക്കെയാണ് അയാൾ ഫോക്കസ് ചെയ്തേക്കുന്നത്. പ്രൊഡക്ടിവിറ്റി കൂട്ടുക, കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞേക്കുന്ന ടൈലർ ഫോക്കസ് ചെയ്തേക്കുന്നത്. അയാൾ കൂടുതൽ ഇൻക്രീസിങ് പ്രൊഡക്ടിവിറ്റി, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്, കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കുക, കൂടുതൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ടൈലർ ഫോക്കസ് ചെയ്തേക്കുന്നത്. അടുത്തത് അവരുടെ സ്റ്റാറ്റസ്, പദവി എന്ന് പറയുന്നത് ഹെൻറി ഫയർ നമ്മൾ പറഞ്ഞു എംപ്ലോയി ആണ്, അയാളൊരു പ്രാക്ടീഷണറാണ്. ടൈലർ ആകട്ടെ സയൻറ്റിസ്റ്റാണ്, ശാസ്ത്രജ്ഞനാണ്. അയാൾ നമ്മൾ പറഞ്ഞു ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയൊക്കെയാണ് അദ്ദേഹം കണ്ടെത്തിയത്. ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ടൈലർ എന്ന് പറയുന്നത് അദ്ദേഹം സയൻറ്റിസ്റ്റാണ്. അതേസമയം ഹെൻറി ഫയർ ആകട്ടെ പ്രാക്ടീഷണർ, അദ്ദേഹം ഒരു എംപ്ലോയി ആയിരുന്നു. ഇനി ഏഴാമത്തെ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഇവരുടെ പ്രിൻസിപ്പിൾസിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്, പ്രകടിപ്പിച്ചിരിക്കുന്നത്? ഹെൻറി ഫയർ ജനറൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, എങ്ങനെ ഒരു ഭരണം മികച്ചതാക്കാം, അല്ലെങ്കിൽ ഒരു ഭരണത്തിൻ്റെ പൊതുവായിട്ടുള്ള സിദ്ധാന്തങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ തിയറികൾ എന്തൊക്കെയാണെന്നുള്ള കാര്യമാണ് ഹെൻറി ഫയർ പറഞ്ഞിട്ടുള്ളത്. ടൈലർ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ശാസ്ത്രീയമായിട്ടുള്ള മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ്. ടൈലർ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ടൈലർ അതിനെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് ഹ്യൂമൻ എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുഷിക ഘടകം. ഇനി ഹെൻറി ഫയർ ഡ്യൂ റിഗാർഡ് ടു ഹ്യൂമൻ എലമെൻറ്റ്, മാനുഷികമായിട്ടുള്ള ഘടകങ്ങൾക്ക്, എലമെൻറ്റിന് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കൂടുതലും മനുഷ്യനെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തേക്കുന്നത്, എംപ്ലോയീസിനെയാണ് അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്തേക്കുന്നത്. വർക്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക, അതോറിറ്റി ആൻഡ് അധികാരം കൊടുക്കുക, ഉത്തരവാദിത്വം കൊടുക്കുക. അങ്ങനെ എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ മനുഷ്യനാണ്, ഹ്യൂമനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. മനുഷ്യൻ്റെ വർക്കിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. അതേസമയം ടൈലർ ആകട്ടെ ഡിസ്റിഗാർഡ് ഹ്യൂമൻ എലമെൻറ്റ്, മാനുഷിക ഘടകങ്ങളെ അവഗണിക്കുന്നുണ്ട്. അതായത് അദ്ദേഹം മാനുഷിക ഘടകങ്ങളെ കുറച്ച് അവോയ്ഡ് ചെയ്തിട്ട് കൂടുതലും മെഷീനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഒരു മെഷീനെ ചുറ്റിപ്പറ്റി എങ്ങനെ എംപ്ലോയീസ് നിൽക്കണം, അല്ലെങ്കിൽ ആ മെഷീൻ്റെ അടുത്തോട്ട് എത്ര മോഷൻ സ്റ്റഡി എത്ര തവണ നടന്ന് നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരാം, അതിന് കുറച്ച് പ്രാധാന്യം, മാനുഷിക ഘടകങ്ങൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ട് കൂടുതലും ഫാക്ടറിനെയും മെഷീനെയാണ് അദ്ദേഹം കൂടുതൽ ഒരു പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ഒരു പ്രധാനമായിട്ടും വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത്. ഹെൻറി ഫയർ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ ഫോക്കസ് ചെയ്തേക്കുന്നു. ടൈലർ ഷോപ്പ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ തേർഡ് ലെവൽ മാനേജ്മെൻറ്റ് തന്നെയാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തിട്ടുള്ളത്. യൂണിറ്റി ഓഫ് കമാൻഡ് ഹെൻറി ഫയർ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. ടൈലർ അതിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ല. ഫങ്ഷണൽ ഫോർമാൻഷിപ്പിനകത്ത് 8 പേരെ നമുക്ക് ഓർഡറുകൾ സ്വീകരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ അത് പറഞ്ഞിട്ടുള്ളത്. ആപ്ലിക്കബിലിറ്റി ഹെൻറി ഫയർ യൂണിവേഴ്സൽ ലോകത്ത് എവിടെ വേണമെങ്കിലും ഏത് സാഹചര്യത്തിൽ വേണമെങ്കിലും നമുക്കതിനെ ഉപയോഗിക്കാം. ടൈലറിൻ്റെ തിയറികൾ നമുക്ക് എല്ലായിടത്തും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ചില പ്രത്യേക സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്കതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഹെൻറി ഫയർ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ പറഞ്ഞിരിക്കുന്ന തിയറികൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ടൈലർ ആകട്ടെ ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെൻറ്റേഷനിലൂടെയും പരീക്ഷണങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയാണ് ടൈലർ ഈ പറഞ്ഞിരിക്കുന്ന തിയറികളെല്ലാം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇംപ്രൂവിങ് ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ, ഭരണം കൂടുതൽ മനോഹരമാക്കുക, അതിന് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഹെൻറി ഫയറിൻ്റെ
ഫോക്കസ് എന്ന് പറയുന്നത്. അതേസമയം എഫ് ഡബ്ല്യു ടൈലറിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് പ്രൊഡക്ടിവിറ്റി, ഫാക്ടറിക്കകത്ത് പ്രൊഡക്ടിവിറ്റി കൂട്ടുക എന്നുള്ളതാണ് എഫ് ഡബ്ല്യു ടൈലറിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത്. ഹെൻറി ഫയൽ ഒരു എംപ്ലോയി ആയിരുന്നു, പ്രാക്ടീഷണറായിരുന്നു. എഫ് ഡബ്ല്യു ടൈലർ ആകട്ടെ സയൻറ്റിസ്റ്റാണ്, ശാസ്ത്രജ്ഞനായിരുന്നു. ഹെൻറി ഫയലിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ജനറൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. എഫ് ഡബ്ല്യു ടൈലറിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് സയൻറ്റിഫിക് മാനേജ്മെൻ്റ് ആണ്. ഹെൻറി ഫയൽ ഹ്യൂമൻ എലമെൻറ്റിന്, മനുഷ്യന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ള ആളാണ്. എഫ് ഡബ്ല്യു ടൈലർ ഹ്യൂമൻ എലമെൻറ്റിന് അത്ര പ്രാധാന്യം കൊടുത്തിട്ടില്ല. മെഷീനും ഹ്യൂമൻ എലമെൻറ്റിനും ആയിട്ടാണ്, രണ്ടിനും കൂടെയാണ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തത്.